സുഹൃത്തെ, എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ പറയാം. പിന്നെ 2006 എനിക്കൊരു അപകടം പറ്റിയിട്ട് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. അതിന് ശേഷം ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഈ വലത്തെ കണ്ണിന്റെ പീളക്കുഴി ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ ഒരു തടിപ്പ് കണ്ടു. അങ്ങനെ അത് ഒരു 1.5 കൊല്ലം സമയം എടുത്തിട്ട് അതിങ്ങനെ വലുതായി വന്ന് ഒരു ചെറിയ കോട്ടിയുടെ വലുപ്പമായി. അങ്ങനെ ഞാൻ വളാഞ്ചേരി CH ഹോസ്പിറ്റലിലെ സന്തോഷ് ഡോക്ടറിന് കാണിച്ചു. അപ്പോൾ മൂപ്പര് ഒരു ഓയിൽമെന്റും ആന്റിബയോട്ടിക്കും കണ്ണിന് മരുന്നൊക്കെ തന്നു. ഒരു 10-15 ദിവസം കൊണ്ട് അത് മാറി. പിന്നെ ഒരു വർഷം സമയം എടുത്തിട്ട് വീണ്ടും ഉണ്ടായി. പിന്നെ അതൊരു 6 മാസം സമയം എടുത്തിട്ട് വീണ്ടും, പിന്നെയും ഒരു 3 മാസമൊക്കെ സമയം എടുത്തിട്ട്, അങ്ങനെ പിന്നെ മാസം മാസം ഇത് ഉണ്ടാവുകയാണ്. അങ്ങനെ മൂപ്പരുടെ തന്നെ പോയി. ആ സമയത്ത് എന്നോട് പറഞ്ഞേ, ഇതിനി മരുന്നുകൊണ്ട് നിൽക്കൂല, ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനൊരു എഴുത്ത് തരാം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ CG ഡോക്ടർക്ക്. അങ്ങനെ ഇക്ബാൽ ഡോക്ടറും CG ഡോക്ടറും ഒക്കെയാണ് എഴുത്ത് തന്നത്. അപ്പോൾ ഒരു 50,000 രൂപ ഓപ്പറേഷത്തിന് വരും. ഇപ്പൊ അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അപ്പൊ അതിൽ അത്ര പൈസ വരില്ല, ഞാൻ അങ്ങോട്ട് എഴുത്ത് തരാറുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഡോക്ടർ പരിശോധിച്ച് വേറെ ഡേറ്റ് തന്ന് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. 50,000 ഒന്നും വന്നില്ല, ക്യാമ്പ് ആയതുകൊണ്ട്. അങ്ങനെ ഞാനത് പോന്ന് അത് നല്ല ക്ലിയർ ആയിട്ടോ. അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്തുള്ളത് ഇടത്തെ ഭാഗത്തേക്ക് മാറി. ആ പിളക്കൂടെ അവിടെ ഇതേമാതിരി ഒരു തടിപ്പ് വന്നു. അങ്ങനെ അതും ഇതേമാതിരി കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് വലുതായി വന്നത്. അപ്പോൾ ഞാൻ സന്തോഷ് ഡോക്ടറെ അടുത്ത് പോയി. അപ്പൊ മൂപ്പർക്ക് മുൻപരിചയം ഉള്ളത് കൊണ്ട് തന്നെ മൂപ്പരിനോട് പറഞ്ഞു, ഇത് അന്നത്തെ പോലെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഇപ്പൊ കുറച്ചുകൂടി റേറ്റ് കൂടിയിരിക്കണ്, ചെയ്യേണ്ടി വരും, ഇനി ഉണ്ടാവുകയാണെങ്കിൽ വന്നാൽ നമുക്ക് അത് തന്നെയാണ് മാർഗമുള്ളൂ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ MI ലൈഫിൽ വന്നതും ഒക്കെ. അവനെ ധാരാണി സാറിനെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനൊരു തടിപ്പുണ്ട്, എന്നെ ഏത് പ്രൊഡക്റ്റാ കഴിക്കേണ്ടത് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് മൂക്കില് മറ്റേ ദശവളർച്ചക്കൊക്കെ ഉള്ള ഒരു പ്രോനാസിക ഉണ്ട്, അത് ഇറ്റിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അത് അത്ര കണ്ട് ഇതായി തോന്നിയില്ല, കാരണം ഇത് ഈ കണ്ണിന്റെ ഇവിടെയാണ്. കാരണം ഈ കണ്ണിന് പരിക്കൊക്കെ പറ്റി അവിടുത്തെ സിസ്റ്റമൊക്കെ താറുമാറായിട്ട് ഈ കണ്ണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട വേസ്റ്റ് വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി നിന്നിട്ടാണ് ഇത് അവിടെ ഇങ്ങനെ തടിപ്പായി വരുന്നത്. അപ്പോ എന്തായാലും ഞാൻ മനസ്സോടെ അത് ഉറ്റിച്ചു. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊരു ഫീൽ ചെയ്യല് തുടങ്ങി. മൂക്കിൽ നല്ല കഫൊക്കെ വരുന്നുണ്ട്. മൂക്കിൽ കൂടെ വരൂല, വായിൽ കൂടെ വലിച്ചെടുത്തിട്ട് പുറന്തള്ളണം. അപ്പൊ അതങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇത് കുറയണ മാതിരി തോന്നി. അങ്ങനെ 2 ബോട്ടിൽ ഞാനത് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ ഒരു 50,000 ഉറുപ്പ്യ ഓപ്പറേഷത്തിന് എന്തായാലും വരുന്നത്, എനിക്കൊരു 500 രൂപ കൊണ്ട് 2 ബോട്ടിൽ വിറ്റിച്ചപ്പോ അത് മാറിക്കിട്ടി. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. കാരണം എന്താ വെച്ചാൽ ഇനി അത് ഉണ്ടായാലും നമുക്ക് ഇടക്കതൊന്ന് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാനത് ഇടക്ക് ഒന്ന് 2 തുള്ളിയൊക്കെ ഇറ്റിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറെ നീരും കാര്യങ്ങളൊക്കെ ഇത് പോരും. നല്ല റിസൾട്ടാണ്. ചെറിയൊരു കുഞ്ഞൻ പ്രൊഡക്റ്റാണ്.